വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഹാൻഡ്സ് ഓൺ പൈത്തൺ യൂസിങ് ഗൂഗിൾ കൊലാബ് ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓൾറെഡി ഒരു പാർട്ട് 3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ സെഷനിൽ ലെജൻഡ് എന്നുള്ള കമാൻഡിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് അത് വെച്ചിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ചെയ്യുന്നത്. നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈൻ ആൻഡ് കൊസൈൻ വേവ് ഫോം ഒരു സിംഗിൾ വിൻഡോയിൽ പ്ലോട്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഒരു സൈൻ വേവ് ഇതുപോലെ ഒരു കൊസൈൻ വേവ് പ്ലോട്ട് ചെയ്യണം. ഇപ്പോൾ ലെജൻഡ് കമാൻഡ് ആകുമ്പോൾ നമുക്ക് കമ്പാരിസൺ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ഒക്കെ പ്ലോട്ട് ചെയ്യുമ്പം ലെജൻഡ് കമാൻഡ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ പ്രോഗ്രാം ആദ്യം പറയാം, അതിനുശേഷം നമ്മൾ ഹാൻഡ്സ് ഓണിലേക്ക് പോകും. അപ്പം ഇതിനകത്ത് നമ്മൾ സൈൻ വേവും കൊസൈൻ വേവും ആണ് പ്ലോട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്യണം. അപ്പം നംപൈ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇമ്പോർട്ട് numpy as np. നമ്മളുടെ സൈനും കൊസൈനും ഫങ്ഷൻസ് ന്യൂമറിക്കൽ പൈത്തണിനകത്താണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളത് ഇമ്പോർട്ട് ചെയ്യണം. പിന്നെ ഇവിടെ പ്ലോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് PLT ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് matplotlib dot pyplot as PLT. ഈ രണ്ട് ലൈബ്രറീസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. അതിനുശേഷം നമുക്കൊരു രണ്ട് ഫങ്ഷൻസ് ആണ് പ്ലോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ എക്സ് ആക്സിസ് ഡിഫൈൻ ചെയ്യണം. എക്സ് ഈക്വൽ ടു നമ്മൾ എ റേഞ്ച് എന്നുള്ള കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. അത് NP-ക്കകത്താണുള്ളത്. NP ഡോട്ട് എ റേഞ്ച്. അത് 3 എൻട്രീസാണ് വരുന്നത്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്, ദെൻ എൻഡിങ്, അതിൻ്റെ ഇൻക്രിമെൻറ്റ്. ഓക്കെ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം 0 സ്റ്റാർട്ട് ചെയ്ത് ഒരു 4π വെച്ച് ഇൻക്രിമെൻറ്റ് 4 into π, അത് NP-ക്കകത്തുള്ളത്. സോ NP ഡോട്ട് പൈ വിത്ത് ആൻ ഇൻക്രിമെൻറ്റ് ഓഫ് 0.1. നമ്മൾ എക്സ് ആക്സിസ് എ റേഞ്ച് എന്നുള്ള ഫംഗ്ഷൻ വെച്ച് ഡിഫൈൻ ചെയ്ത് 0 എന്ന് പറഞ്ഞ സ്റ്റാർട്ടിങ്, ഇത് 4π സൈൻ ആയതുകൊണ്ട് പൈയുടെ വേരിയേഷനിൽ നമ്മൾ എൻഡ് ചെയ്തു. അതുപോലെ അതിൻ്റെ ഇൻക്രിമെൻറ്റ് 0.01 കൊടുത്തു. ഇനി ഇവിടെ രണ്ട് ഫങ്ഷൻസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഒന്ന് സൈനും കൊസൈനും, അത് ന്യൂമറിക്കൽ പൈത്തണിനകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ y ഈക്വൽ ടു NP ഡോട്ട് സൈൻ എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, സൈൻ ഫങ്ഷൻ. Z ഇസ് ഈക്വൽ ടു NP ഡോട്ട് കോസ് എക്സ്. ഓക്കെ, രണ്ടും ന്യൂമറിക്കൽ പൈത്തണിനകത്ത് നിന്ന് നമ്മൾ സൈൻ എക്സും കോസ് എക്സും വൈയും ഇസഡിലേക്ക് നമ്മൾ അസൈൻ ചെയ്തു. ഇനി നമുക്ക് പ്ലോട്ട് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഇവിടെ ലെജൻഡ് കമാൻഡ് യൂസ് ചെയ്തിട്ട് പ്ലോട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ PLT-ക്കകത്ത് പ്ലോട്ട് എന്നുള്ള കമാൻഡ് ഉണ്ട്. അപ്പം നമ്മൾ PLT ഡോട്ട് പ്ലോട്ട് ഓഫ്, ഇവിടെ എന്തൊക്കെയാണ് എക്സും, അതായത് സൈൻ എക്സും കോസ് എക്സും ആണ്. സോ പ്ലോട്ടിനകത്ത് നമുക്ക് ഫസ്റ്റ് വരുന്നത് എക്സ് ആക്സിസ്, പിന്നെ സെക്കൻഡ് ഫംഗ്ഷൻ. ഇവിടെ രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. സോ എക്സ് കോമ വൈ, അതായത് ഈ സൈൻ എക്സ് പ്ലോട്ട് ചെയ്യാൻ, പിന്നെ എക്സ് കോമ ഇസഡ് നമ്മളുടെ കോസ് എക്സ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പം PLT ഡോട്ട് പ്ലോട്ട് ഓഫ് എക്സ് കോമ വൈ കോമ എക്സ് കോമ ഇസഡ്. നെക്സ്റ്റ് ആണ് നമ്മൾ ഈ ലെജൻഡ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സിൻടാക്സ് അതും നമ്മളെ PLT-ക്കകത്താണ് അവൈലബിൾ ഉള്ളത്. PLT ഡോട്ട് LEGEND ലെജൻഡ് ഓഫ്, നമ്മൾ സിംഗിൾ കോട്ടിനകത്ത് സ്ക്വയർ ബ്രാക്കറ്റിൽ ഫസ്റ്റ് സൈൻ എക്സ്, സൈൻ ഫങ്ഷൻ സൈൻ എക്സ്, സിംഗിൾ കോട്ട് ക്ലോസ് ചെയ്യുക. സെക്കൻഡ് ഫങ്ഷൻ കോസ് എക്സ്, സിംഗിൾ കോട്ട് ക്ലോസ് ചെയ്യുക, സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, നോർമൽ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ നമുക്കിങ്ങനെ സൈൻ എക്സ് കോസ് എക്സ് അത് കാണിക്കും. സൈൻ എക്സ് കോസ് എക്സ് കളറിൽ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ഒരു കളറിൽ പിങ്ക് കളറിൽ സൈൻ എക്സ് എന്നും ഓറഞ്ച് കളറിൽ കോസ് എക്സ് എന്നും പറഞ്ഞ് കാണിക്കും. ഇങ്ങനെ കാണിക്കുന്നതിനാണ് നമ്മൾ ഈ ലെജൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഫിഗറിനകത്ത് കമ്പാരിസൺ ഒക്കെ വരുവാണെങ്കിൽ ഏതാണെന്ന് കൃത്യമായിട്ട് നമുക്ക് ലെജൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്താൽ അറിയാൻ പറ്റും. പിന്നെ നമുക്ക് എക്സ് ലേബൽ വൈ ലേബൽ കൊടുക്കാം. ഇപ്പം എക്സ് ലേബൽ എന്ന് പറയുമ്പോഴത്തേക്ക് അത് PLT-ക്കകത്താണ് ഉള്ളത്. സോ PLT ഡോട്ട് എക്സ് ലേബൽ. ഓക്കെ, എന്താണ് സിംഗിൾ കോട്ടിൽ എക്സ് ലേബൽ സൈൻ വേവ് ആയതുകൊണ്ട് ടൈം ഇൻ സെക്കൻഡ്. അതുപോലെ PLT ഡോട്ട്
വൈ ലേബൽ ഞാൻ സിംഗിൾ കോട്ടിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് കൊടുത്തു, PLT ഡോട്ട് ടൈറ്റിൽ TITLE സൈൻ ആൻഡ് കൊസൈൻ വേവ്. ഓക്കെ, ഇതാണ് ഒരു ലെജൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് സൈനും കൊസൈൻ വേവ് പ്ലോട്ട് ചെയ്യുന്നതിൻ്റെ പ്രോഗ്രാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 2 ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്തു, അതിനുശേഷം എക്സ് ആക്സിസ് ഡിഫൈൻ ചെയ്തു, പിന്നെ പ്ലോട്ട് ചെയ്യേണ്ട 2 ഫംഗ്ഷൻസ് 2 വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. ദെൻ വി യൂസ് PLT ഡോട്ട് പ്ലോട്ട് ഓഫ് x, y, x, z ലെജൻഡ് ഫംഗ്ഷന് സ്ക്വയർ ബ്രാക്കറ്റിൽ ഏതാണോ ഏതൊക്കെ ഫംഗ്ഷൻ ആണോ അത് സിംഗിൾ കോഡിൽ കൊടുക്കുക. അതിനുശേഷം എക്സ് ലേബൽ, വൈ ലേബൽ, ടൈറ്റിൽ. ഇതിൻ്റെ ഹാൻഡ്സ് ഓൺ ഒന്ന് ചെയ്ത് നോക്കും. ഗൂഗിൾ കൊളാബിൻ്റെ പാർട്ട് 4 ആണ്. ഓക്കെ, ഫസ്റ്റ് ഞാനിവിടെ ടെക്സ്റ്റിനകത്ത് ക്ലിക്ക് ചെയ്യാണ്. അപ്പം നമ്മളുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ ആൻഡ് കൊസൈൻ വേവ് യൂസിങ് ലെജൻഡ് കമാൻഡ്. ഓക്കെ, ഇനി കോഡ് കൊടുക്കുകയാണ്. കോഡ് ഫസ്റ്റ് 2 ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് numpy as np, import matplotlib dot py plot as plt, x axis define ചെയ്യണം. x equal to np dot arrange. അത് 3 എൻട്രീസ് വരും. ഫസ്റ്റ് എൻട്രി സ്റ്റാർട്ടിങ്, സെക്കൻഡ് എൻട്രി 4 സ്റ്റാർ പൈ ആണ്. സോ np ഡോട്ട് പൈ, 0.01 ഇൻക്രിമെന്റ്. നമ്മൾ എക്സ് ആക്സിസ് ഡിഫൈൻ ചെയ്തു. ഇനി ഫങ്ഷൻസ് y ഈക്വൽ ടു ഫസ്റ്റ് സൈൻ എക്സ്, np ഡോട്ട് സൈൻ ഓഫ് എക്സ്, അടുത്ത z ഈക്വൽ ടു np ഡോട്ട് കോസ് ഓഫ് എക്സ്. ഇപ്പം ന്യൂമറിക്കൽ പൈത്തണിനകത്ത് ഈ സൈൻ എക്സും കോസ് എക്സും ഉണ്ട്. 2 ഫങ്ഷൻസ് നമ്മൾ എൻ്റർ ചെയ്തു, അസൈൻ ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്കിത് പ്ലോട്ട് ചെയ്യണം. ഓക്കെ, സോ PLT ഡോട്ട് പ്ലോട്ട് ഓഫ് എക്സ്, ഫസ്റ്റ് ഫംഗ്ഷന് y ആയിട്ട് അസൈൻ ചെയ്തിരിക്കുന്നത് y, x, സെക്കൻഡ് ഫംഗ്ഷന് z. പ്ലോട്ട് ചെയ്തു. ഇനി നമുക്ക് ലെജൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. PLT ഡോട്ട്, ഇത് PLT എന്നുള്ള ലൈബ്രറിക്കകത്ത് ലെജൻഡ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. LEGEND ഓഫ് സ്ക്വയറിനകത്ത് ഇവിടെ 2 ഫംഗ്ഷൻസ് ആണ്. ഒന്ന് സിംഗിൾ കോട്ടിൽ കൊടുക്കണം. ഫസ്റ്റ് സൈൻ എക്സ്, സിംഗിൾ കോട്ടിൽ കോസ് എക്സ്. ഈ ഒരു ഫോമിലാണ് നമ്മുടെ ലെജൻഡ് ഫംഗ്ഷന് യൂസ് അതിൻ്റെ സിൻറ്റാക്സ്. ഇനി അതിന് എക്സ് ലേബൽ, വൈ ലേബൽ, ടൈറ്റിൽ കൊടുക്കുക. സോ PLT ഡോട്ട് എക്സ് ലേബൽ സിംഗിൾ കോട്ടിൽ ടൈം ഇൻ സെക്കൻഡ്സ്, എക്സ് ലേബൽ. എന്താണോ നിങ്ങൾക്ക് ലേബൽ ചെയ്യേണ്ടത് അത് കൊടുക്കാം സിംഗിൾ കോഡിനകത്ത്. അടുത്തത് PLT ഡോട്ട് വൈ ലേബൽ സിംഗിൾ കോഡിനകത്ത് ആംപ്ലിറ്റ്യൂഡ്. ഇനി ടൈറ്റിൽ PLT ഡോട്ട് TITLE സിംഗിൾ കോഡിൽ സൈൻ ആൻഡ് കൊസൈൻ വേവ്. ഓക്കെ, അപ്പോൾ ഈ matplotlib.pyplot നമ്മൾ PLT എന്നുള്ള ഷോർട്ട് ഫോമിലാണ് കോൾ ചെയ്യുന്നത്. ആ PLTക്കകത്ത് പ്ലോട്ട് ചെയ്യാനുള്ള എല്ലാ ഫങ്ഷൻസും അവൈലബിൾ ആണ്. അതിനെല്ലാം നമ്മൾ PLT ഡോട്ട് ആയിട്ടാണ് കോൾ ചെയ്യുന്നത്. സൈൻ എക്സും കോസ് എക്സും NPക്കകത്തുള്ളതാണുള്ളത്, അതുകൊണ്ടാണ് നമ്മൾ NP ഡോട്ട് എടുത്തത്. അതുപോലെ ഈ പൈ എന്നുള്ളതും NPക്കകത്താണ്. ഓക്കെ, ഇതാണ്
ഒരു സൈൻ ആൻഡ് കൊസൈൻ വേവ് ലെജൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് പ്ലോട്ട് ചെയ്യാനുള്ള പ്രോഗ്രാം നമുക്ക് ഈ ഒരു ഫോമിൽ വേവ് ഫോം കിട്ടും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഔട്ട്പുട്ട് ഈ ഒരു ഫോമിൽ കിട്ടും. ഓക്കെ, കണ്ട് ഇതാണ് ലെജൻഡ് ഫംഗ്ഷൻ. അതിൽ ബ്ലൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സൈൻ എക്സ് ആണെന്നും അതുപോലെ ഓറഞ്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കോസ് എക്സ് ആണെന്നതാണ്. ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടും. അതുപോലെ അതിന്റെ ടൈറ്റിൽ നമ്മൾ കൊടുത്ത സൈൻ ആൻഡ് കൊസൈൻ എന്ന് കിട്ടി, വൈ ആക്സിസ് ആംപ്ലിറ്റ്യൂഡ് എന്ന് കിട്ടി, അതുപോലെ എക്സ് ആക്സിസ് ടൈം ഇൻ സെക്കൻഡ് എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് അതിന്റെ ഔട്ട്പുട്ട് വേവ് ഫോം. നമുക്ക് കമ്പാരിസൺ ഒക്കെ വരുമ്പം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കമാൻഡാണ് ലെജൻഡ് എന്നുള്ളത് ഈ പൈത്തോണിനകത്തുള്ള. അതിനകത്ത് സ്റ്റാർട്ടിങ് വന്നിരിക്കുന്നത് 0 എന്നാണ്, എൻഡ് ചെയ്തേക്കുന്നത് ഒരു 12 അറൗണ്ട് 12 ആണ്. അതായത് നമ്മൾ 4 പൈ ആണ് കൊടുത്തത്. പൈ എന്ന് വെച്ചാൽ 3.14 ആണ്. അപ്പോൾ 4 × 3.14 12 പോയിന്റ് സംതിങ് വെച്ചാണ് അത് എൻഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഒരു ലെജൻഡ് കമാൻഡ് യൂസ് ചെയ്ത് നമുക്ക് മൾട്ടിപ്പിൾ പ്ലോട്ട്സ് സിംഗിൾ വിൻഡോയിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ കമ്പാരിസൺ ഒക്കെ വരുമ്പോൾ വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ, ഇന്നത്തെ സെഷനിൽ നമ്മൾ ലെജൻഡ് ഫംഗ്ഷൻ്റെ യൂസ് ആണ് ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.